കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുതിയ സെറ്റ് സാരിയൊക്കെ ചുറ്റിയിട്ട് കളരിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ കൃഷ്ണ മോളിക്കുട്ടി ശ്രീനിവാസനും ഒക്കെ. അന്നേരം ശ്രീനിവാസൻ മോളിക്കുട്ടിയോട് ചോദിക്കണേ, അല്ല മോളിക്കുട്ടി എങ്ങനെയുണ്ട്, നിനക്ക് സെറ്റിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഈ സമയം മോളിക്കുട്ടി പറയണേ, ഓ എന്നാ പറയാനാ സാറേ, എല്ലായിടത്തും വലിയ വലിയ കെട്ടിടങ്ങളും ബംഗ്ലാവും ഒക്കെ മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ നാട് തന്നെ ഏറ്റവും നല്ല ഉള്ളതായിട്ട് തോന്നുന്നത്. ആ ശാന്തമായിട്ടുള്ള സ്ഥലവും അവിടുത്തെ കായലും അരുവിയും പ്രകൃതി ഭംഗി ഒക്കെ. അന്നേരം ശ്രീനിവാസ് പറയുന്നുണ്ട്, പിന്നെ അങ്ങനെയൊന്നുമില്ല മോളിക്കുട്ടി, ഒന്നുമില്ലെങ്കിലും ഞാനും കുറേ നാൾ ഇവിടെ ജീവിച്ചതല്ലേ സിറ്റിയിൽ. സിറ്റിക്ക് സിറ്റിയുടേതായ സൗന്ദര്യം, ഗ്രാമത്തിന് ഗ്രാമത്തിൻ്റെതായ സൗന്ദര്യം, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മോളിക്കുട്ടി ഇങ്ങോട്ട് ആദ്യമായിട്ട് വരുന്നത് കാരണം മോളിക്കുട്ടി അങ്ങനെ തോന്നിയത്. അല്ല കൃഷ്ണമോളതൊന്നും പറയാത്തത്? മോളെ കൃഷ്ണേ, എന്താ മോൾക്ക് തോന്നുന്നത്? എന്താ അച്ഛാ? അത് ശരി, അപ്പോൾ ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞൊന്നും മോള് കേട്ടില്ലേ? മോള് ഏത് ലോകത്തായിരുന്നു? ഈ സമയം കൃഷ്ണയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ മിണ്ടാതെ നിൽക്കുവാണ്. അന്നേരം മോൾക്കുട്ടി കേൾക്കണേ, അല്ല കൃഷ്ണേ, നിനക്ക് ജലദോഷം എത്തുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ മാസ്ക് എടുത്ത് വെച്ചോ, അതാവുമ്പോൾ പിന്നെ പൊടിയുടെ അലർജി ഒന്നും ഉണ്ടാവില്ലല്ലോ. അന്നേരം ശ്രീനിവാസ് ചോദിക്കണേ, അല്ല കൃഷ്ണമോൾക്ക് എന്ത് പറ്റി? അതോ എൻ്റെ അനിയൻ സാറേ, ഒന്നും പറയണ്ട, ആ ഷോപ്പിംഗ് മോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ അവിടുത്തെ പൊടി അലർജിയൊക്കെ അടിച്ചിട്ടാന്ന് തോന്നുന്നു. കൃഷ്ണക്ക് വല്ലാത്ത ജലദോഷം തുമ്പലും ഒക്കെയാണ്. എന്നിട്ടെന്താ മോൾ അവിടെ വെച്ച് പറയുന്നത്? അത് പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ വിഷമമാകുമല്ലോ എന്ന് വിചാരിച്ചാൽ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലൊന്ന് പോകാമല്ലോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല അച്ഛാ. അങ്ങനെ പറഞ്ഞ കൃഷ്ണ കയ്യിലുള്ള മാസ്ക് ഉണ്ടല്ലോ അതെടുത്ത് മുഖത്തേക്ക് വെക്കുവാണ്. ഈ സമയം ശ്രീനിവാസ് ഇത് കണ്ടിട്ട് ചോദിക്കണേ, ഇതെന്ത് പണിയാണ് കാണിക്കുന്നത് മോളെ, എന്തിനാണ് മോൾ മാസ്ക് വെച്ചത്? ഈ സമയം മോൾക്കുട്ടി പറയണേ, അത് പിന്നെ സാറേ, കളരിക്കിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്, അവിടെ പൂജയും മറ്റുമൊക്കെ നടക്കുന്നുണ്ടെന്നാണല്ലോ സാറ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവിടുത്തെ പൊടിയും അങ്ങനെ അലർജിയൊക്കെ കൂടി വീണ്ടും ജലദോഷവും തുമ്മലൊന്നും കൂടണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ആ മാസ്ക് വെക്കാൻ പറഞ്ഞത്. എന്നാലും മോളെ ആ മാസ്ക് എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ തന്നെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മുഖം മറിച്ച് കയറി ചെല്ലുക എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യമല്ലേ? മോൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിലേ നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം. ഇവിടെ നെറ്റിയിലൊന്ന് തൊട്ട് നോക്കട്ടെ എന്നും പറഞ്ഞ് നെറ്റി തൊട്ട് നോക്കുക. ചൂടൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ഒരു ഡോക്ടറെ ചെന്ന് കണ്ട് ജലദോഷത്തിനുള്ള മരുന്ന് പറഞ്ഞ് വാങ്ങിക്കാം. അയ്യോ അതൊന്നും വേണ്ടച്ചാ, അങ്ങനെയാണെങ്കിൽ മോൾ ആ മാസ്ക് എടുത്ത് മാറ്റും. അങ്ങനെ കൃഷ്ണ മാസ്ക് മാറ്റുവാണ്. അന്നേരം ശ്രീനിവാസ് പറയണേ, ഇപ്പം എന്താ മോളുടെ മുഖത്തൊരു ഐശ്വര്യം? ഇത്ര ഐശ്വര്യമുള്ളൊരു പെൺകുട്ടി മുഖം മറിച്ച് വെച്ച് നടക്കാമോ? മോളെയും കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ ഐശ്വര്യമുള്ള പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ട് ചെന്നല്ലോ എന്നൊരു തോന്നൽ ആ വീട്ടുകാർക്ക് വരണം. അതിനെ മോൾ മാസ്ക് വെക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ സമയം കൃഷ്ണയാണെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയല്ലോ എന്നുള്ള മട്ടിൽ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ഇതേ സമയയുടെ ഗാഥയാണെങ്കിൽ അലമാരയിൽ നിന്നും ഏത് ഡ്രസ്സ് എടുക്കുന്നുള്ള കൺഫ്യൂഷനിൽ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഒരു സാരി സെലക്ട് ചെയ്യുവാം. എന്താണെങ്കിലും ഈ സാരി എടുക്കാം, ഇത് നവീൻ ഒത്തിരി ഇഷ്ടമാകും. അങ്ങനെ പറഞ്ഞ് അതിങ്ങനെ ദേഹത്തിങ്ങനെ വെച്ച് നോക്കിക്കൊണ്ട് നിൽക്കുമായിരിക്കും കേട്ടോ ഗാഥ. ഈ സമയത്ത് അതുവഴി പോകുന്ന കീർത്തി ഇത് കാണുന്നുണ്ട്. അങ്ങനെ ഗാഥയൊന്ന് പേടിപ്പിക്കാമെന്ന് വിചാരിച്ച് ബാക്കിൽ വന്നു നിന്ന് ടോന്നും പറഞ്ഞ് ഒച്ചയുണ്ടാക്കുവാണ്. അന്നേരം പേടിച്ചു പോയ ഗാഥയുടെ കയ്യിൽ നിന്നും ആ സാരി നിലത്തേക്ക് വീഴുവാണ്. കൂടെ കൈതട്ടി കുങ്കുമം മറിഞ്ഞ് ആ സാരിയിലേക്ക് വീഴുന്നുണ്ട് കേട്ടോ. ഈ സമയം ഇത് കണ്ട് ചിരിക്കുവാണ് കീർത്തി. അന്നേരം ഗാഥ ദേഷ്യപ്പെടുക, നീ എന്താടി കാണിച്ചത്? നീ എന്തിനാ ഇപ്പോൾ എൻ്റെ റൂമിലേക്ക് വന്നത്? എന്തിനാ എൻ്റെ പിന്നിൽ നിന്ന് വന്ന് പേടിപ്പിച്ചത്? അത് കൊള്ളാം, സിതാര മാഡത്തിൻ്റെ മകളും ഗാഥ ശ്രീനിവാസ് ഇത്രയേ ഉള്ളോ? അമ്മ വലിയ ഉരുക്കുമരുതിയാണെന്നാണല്ലോ പറഞ്ഞു നടക്കുന്നത്. എന്നിട്ടും ചെറിയൊരു ശബ്ദം കിട്ടുമ്പോഴേക്കും ഇങ്ങനെ നിന്ന് പേടിക്കുവാണോ? കഷ്ടം തന്നെ. നീ എന്താടി കാണിച്ചത്? നീ കാരണോ എൻ്റെ ഡ്രസ്സ് ചീത്തയത്. ഇപ്പം നീ ആരെ വിളിച്ചിട്ടാടി ഇങ്ങോട്ടേക്ക് വന്നത്? ഇത് കൊള്ളാം, നീ ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ എന്തിരിക്കുന്നു? നീ ഡ്രസ്സ് ചെയ്ത് റെഡിയായോ എന്നറിയാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനൊന്നൊന്ന് വിളിച്ചപ്പോൾ തന്നെ നീ ഇത്രയ്ക്ക് പേടിക്കുമെന്ന് ഞാൻ കരുതിയോ എന്ന് പറഞ്ഞാൽ കളിയാക്കുവാണ്ടോ. അത് കേട്ടിട്ട് ഗാഥക്ക് അങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഗാഥയും ഓരോന്നൊക്കെ പറഞ്ഞ് കീർത്തിയോട് വഴക്കുണ്ടാക്കുവാണ്. അന്നേരം ഒരിക്കും സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഇവിടെ? എൻ്റെ അമ്മായി ഒന്നും പറയണ്ട, ഇവൾ ഇത്ര നേരം ഇവിടെ റെഡിയായില്ലെന്നറിയാനായിട്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നു. എന്നെ കണ്ടതും ഇവൾ ഭയന്ന് വിറച്ച് എന്തോ ഭൂതത്തെ കണ്ട പോലെ പേടിച്ച് സാരിയും മറ്റു സാധനങ്ങളും താഴെ ഇട്ടു. എന്നിട്ടിപ്പോൾ എന്നോട് തട്ടിക്കയറാൻ വരുവാം. ഈ സമയം കാത്തു പറയണേ, നീ വെറുതെ കള്ളമൊന്നും പറയണ്ട അമ്മേ, ഇവൾ പറയുന്നത് നുണയാണ്. ഞാനിവിടെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ ഉണ്ടല്ലോ ഇവൾ പിന്നിൽ വന്ന് ശബ്ദം ഉണ്ടാക്കി എന്നെ പേടിപ്പിച്ചു. അത് കേട്ട് കീർത്തി പറയണേ, അത് കൊള്ളാം, ഇതെന്താ ഇവിടെ ശബ്ദം ഉണ്ടാക്കി പേടിപ്പിക്കാൻ ഞാൻ അംഗനവാടി പഠിക്കുന്ന കുട്ടിയാണോ? ഈ സമയം സുമിത്ര പറയണേ, കീർത്തി മതി നിർത്ത്, നിൻ്റെ സ്വഭാവമൊക്കെ എന്താണെന്ന് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗാഥമോളെ ഡ്രസ്സ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ട് ഞാനാണ്. അതൊക്കെ ചോദിക്കാൻ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത്? നീ റെഡിയായി കഴിഞ്ഞെങ്കിൽ അമ്മേനെയും കുട്ടി ഞാൻ നാഗത്തറയിലേക്ക് ചെല്ലാൻ നോക്ക്, അവിടെ പൂജയ്ക്ക് സമയമായി. അങ്ങനെ പറഞ്ഞ കീർത്തി അവിടെ നിന്നും പറഞ്ഞു വിടുവാണ്. ഈ സമയം സുമിത്ര ഗാഥയോട് പറയണേ, മോളതൊന്നും കാര്യമൊക്കെ ഉണ്ട, വേഗം റെഡിയാവ്, പൂജക്കുള്ള സമയമൊക്കെ അറിയി. അല്ല മോളെന്തിനാ ഈ സാരി എടുത്തു വെച്ചിരിക്കുന്നത്? ഞാനിത് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അയ്യോ മോളെ,
ഇന്നത്തെ പൂജയുടെ കാര്യം അറിയാലോ, ഇതുപോലുള്ള മോഡേൺ സാരി ഒന്നും എടുക്കാൻ പാടില്ല. മോളെ സെറ്റി മുണ്ട് കൊടുത്താൽ മതി. അതെടുക്കുമ്പോൾ മോളെ കാണാൻ പ്രത്യേക ഐശ്വര്യവും. മോളെ ഞാൻ വേഗം കൊടുത്ത് റെഡിയാവും കേട്ടോ, അമ്മ താ പുറത്തുണ്ടാകുവേ. അങ്ങനെ പറഞ്ഞ് സുമിത്ര പുറത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് വീടിന് മുറ്റത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നന്ദനെയും മുത്തശ്ശേനെയുമാണ് കേട്ടോ. അന്നേരം നന്ദ ചോദിക്കുന്നുണ്ട്, അല്ല സിദ്ധം പറഞ്ഞത് പ്രകാരം പൂജയുടെ മറ്റു സമയത്തിനും കൃഷ്ണമോൾ ഇവിടെ ഉണ്ടാവണ്ടേ? പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. കൃഷ്ണമോൾ ഇവിടെ എത്താതിരുന്ന പൂജ എങ്ങനെ ഭംഗിയായിട്ട് നടക്കും? അതാലോചിക്കുമ്പോൾ വല്ലാത്ത ടെൻഷൻ തോന്നുന്നു. അന്നേരം മുത്തശ്ശിയും പറയണേ, ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. പൂജ തുടങ്ങാൻ ഇനി അധിക സമയമില്ല. നാഗപൂജയും അതിനെ തുടർന്നുള്ള കണിയൊരിക്കലും ഒക്കെ കൃഷ്ണമോൾ തന്നെ ചെയ്താലേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഫലം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പൂജയിൽ വിഘ്നം വന്നു കഴിഞ്ഞാൽ നാഗകോപം ഉണ്ടാകും. അത് നവീന് തന്നെയാണ് ദോഷമായിട്ട് വരാൻ പോകുന്നത്. കൃത്യസമയത്ത് കൃഷ്ണമോൾ എത്തുമെന്നാണ് തിരുമേനി പറഞ്ഞത്. പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെ അവളോട് എത്താനാ? അങ്ങനെ പറഞ്ഞ് അവരെ ടെൻഷനോടെ ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ ശ്രീനിവാസൻ്റെ കാർ അവിടെ എത്തുന്നത്. അങ്ങനെ കാറിൽ നിന്നും ശ്രീനിവാസനും കൃഷ്ണയും മോളിക്കുട്ടിയും പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, അല്ല രണ്ടുപേർക്കും കാറിൽ നിന്ന് ഇറങ്ങാനെന്താ ഇത്ര താമസം? എന്തോ ഒരു മടി പോലെ. അല്ലെങ്കിൽ ജംഗ്ഷൻ്റെ അവിടെ എത്തുമ്പോഴേക്കും ചാടി ഇറങ്ങുന്ന ആൾക്കാരാണല്ലോ രണ്ടുപേരും. എന്ത് പറ്റി? ഇങ്ങോട്ട് വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണല്ലോ രണ്ടുപേർക്കും പതിവില്ലാത്തൊരു നാണം പോലെ. എന്തിനിങ്ങനെ നാണിച്ച് നിൽക്കുന്നത്? മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ബുദ്ധിമുട്ടെന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒന്നുമില്ല അച്ഛാ. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോള് ഈ വേഷത്തിലുണ്ടല്ലോ ദേവതയെ പോലെയുണ്ട്. അല്ലെങ്കിലും നീ അച്ഛൻ്റെ സുന്ദരിക്കുട്ടിയല്ലേ എന്നും പറഞ്ഞ് കൃഷ്ണയോട് സ്നേഹത്തോടെ സംസാരിക്കുവാണ്. അങ്ങനെ അവരുടെ ആ സംസാരത്തിൽ നിന്നെല്ലാം കൃഷ്ണയുടെ അച്ഛനാണ് ശ്രീനിവാസൻ എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുവാണ്. അന്നേരം മുത്തശ്ശി പറയണേ, ഓ അത് ശരി, അപ്പോൾ ഇതാണല്ലേ കൃഷ്ണയുടെ അച്ഛൻ ശ്രീനിവാസ്. ജയിലിൽ നിന്നും ശ്രീനിവാസ് പുറത്തിറങ്ങിയല്ലേ? ഈ സമയം നന്ദ ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ ഇവിടെ അകത്ത് ഗാഥയുണ്ടല്ലോ, അപ്പോൾ കൃഷ്ണയും ഗാഥയും കൂടി ഒരുമിച്ചാരെങ്കിലും കണ്ട പ്രശ്നവുമില്ലേ? ഈ സമയം മുത്തശ്വരനെ, എന്താണെന്ന് വെച്ചാൽ ആവട്ടെ, ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ ഇതായിരിക്കും ദൈവം തീരുമാനിച്ച ആ മുഹൂർത്തം, എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയാനായിട്ട്. ഭഗവാൻ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കട്ടെ, നമ്മളായിട്ട് അതിൽ ഇനി ഒരു മുടക്കം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവരവിടെ മാറി നിന്ന് ഈ കാഴ്ചകളെല്ലാം കാണുവാണ്. ഈ സമയം ശ്രീനിവാസ് കൃഷ്ണനെയും മോളിക്കുട്ടീനെയും കൂട്ടി അകത്തേക്ക് കയറുവാണ്. അന്നേരം സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ മടിച്ച് നിൽക്കുവാണ്ടോ കൃഷ്ണ. ഈ സമയം ശ്രീനിവാസനെ, എന്താ മോളെ ഇങ്ങനെ മടിച്ച് നിൽക്കുന്നത്? കയറുവാ, നവീൻ്റെ വീടല്ലേ, നവീൻ നമ്മുടെ സ്വന്തം ആളല്ലേ. അങ്ങനെ പറഞ്ഞ് കൃഷ്ണയെ അകത്തേക്ക് വിളിക്കുവാണ് കേട്ടോ. ഈ സമയം മാണിക്കുഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നത് കൃഷ്ണ കാണുക. അത് കാണുന്നതും കൃഷ്ണ വേഗം തന്നെ പുറത്ത് വാതിലിൻ്റെ അവിടെ തന്നെ മറഞ്ഞു നിൽക്കുവാണ്. അന്നേരം ശ്രീനിവാസ് അകത്തേക്ക് കയറുന്നുണ്ട്. പിന്നാലെ മോളിക്കുട്ടിയും ചെല്ലുന്നുണ്ട്. അനിയൻ സാറേ, സാർത്തിയോ? സാറ് വരുന്നതും കാത്തിരിക്കുമായിരുന്നു നവീൻ സാറ്. പിന്നാലെ വന്ന മോളിക്കുട്ടിയെ കാണുന്നതും മാണിക്കുഞ്ഞ് ചോദിക്കണേ, എൻ്റെ സാറേ എന്തിനാ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് വരുമ്പോൾ ഇവളെ പോലുള്ളവരെയൊക്കെ കൊണ്ടുവരുന്നത്? ഇവൾ കൂടെ ഉണ്ടെങ്കിലേ പ്രശ്നമാണ്. അയ്യോടാ, എനിക്കല്ല പ്രശ്നം, തനിക്കാണ്. നവീൻ സാറിനെ സാറെടുക്കുന്ന തീരുമാനങ്ങളൊന്നും മോശമാകാറില്ല, പക്ഷേ സാറെടുത്ത ഏറ്റവും മോശം തീരുമാനമാണ് തന്നെ ഇങ്ങനെ കൂടെ കൊണ്ടുപോയി നടക്കുന്നത്. അങ്ങനെ പറഞ്ഞു ഒന്നും രണ്ടും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി തമ്മി തല്ലുവാണ്. ഈ സമയത്ത് നവീൻ വരുമായിരിക്കോട്ടോ. സാറേ, സാറെത്തിയോ? അതുകൊള്ള, നിങ്ങൾ രണ്ടുപേരും കണ്ടപ്പോൾ തന്നെ തുടങ്ങിയോ തമ്മിലുള്ള അടി? സാറേ, രജിസ്ട്രേഷനുള്ള ആൾക്കാരൊക്കെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ പൂജകളൊന്നും ഒതുങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ രജിസ്ട്രേഷൻ നടത്താം. സാറിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? തൻ്റെ വീട്ടിലേക്ക് വരാൻ സന്തോഷമല്ലേ ഉള്ളൂ. അല്ല മോളിക്കുട്ടി, അതിരിക്കട്ടെ, ഇതിൻ്റെ എല്ലാം മുമ്പിൽ നിന്ന് ആളെവിടെ? കൃഷ്ണ എവിടെ? ശരിയാണല്ലോ, കൃഷ്ണമോൾ ഇവിടെ പോയി. അത് പിന്നെ കൃഷ്ണ ഇവിടെ എന്നും പറഞ്ഞ് മോളിക്കുട്ടി പരുങ്ങുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. നവീൻ, നീ ഇവിടെ നിൽക്കുവാണോ? ദേ അവിടെ പൂജാരി വിളിക്കുന്നുണ്ട്. നാഗത്തറയിൽ പൂജ തുടങ്ങാൻ സമയമായി. അമ്മേ, ഇതാ ഞാൻ പറഞ്ഞ അനിയൻ സാറ്, നമ്മുടെ പ്രോപ്പർട്ടിയുടെ. മനസ്സിലായി, നമസ്കാരം സാർ. സാർ, ഞാൻ പറഞ്ഞില്ലേ ഒരു പൂജയുണ്ടെന്ന്. ഞാൻ പൂജയുടെ സ്ഥലത്തേക്ക് പോകുവാണ്. പൂജയെല്ലാം തീർത്തിട്ട് പെട്ടെന്ന് വരാം. മാണിക്കുഞ്ഞെ, സാറിനെ കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ മാണിക്കുഞ്ഞ് സാറിനെ മോളിക്കുട്ടീനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ്. ഈ സമയം നവീനും സുമിത്രയും കൂടി പുറത്തേക്ക് വരുമ്പോഴായിരിക്കോട്ടോ അവിടെ മാറി നിൽക്കുന്ന കൃഷ്ണയെ കാണുന്നത്. ഗാഥ, താണിത് ഇവിടെ ഒന്നിങ്ങനെ മാറി നിൽക്കുന്നത്? അന്നേരം സുമിത്ര ചോദിക്കണേ, ഗാഥ മോളെ, മോൾ ഇത്ര പെട്ടെന്ന് റെഡിയായി കഴിഞ്ഞോ? ഞാൻ വിചാരിച്ചു ഇത് കൊടുത്തൊരുങ്ങി വരാനായിട്ട് മോൾക്ക് സമയം എടുക്കുമെന്ന്. മിടിക്കുകയാണല്ലോ നീ. അന്നേരം നവീനാണെങ്കിൽ ഗാഥയെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക. അമ്മേ, നമ്മുടെ പഴയ ഗാഥയെ തിരിച്ചു കിട്ടിയ പോലെയില്ലേ? അയാൾ വന്ന് മുമ്പിൽ നിൽക്കുന്ന പോലെയില്ലേ? അത് ഇരട്ടി സുമിത്ര ചോദിക്കണേ, നീ എന്താണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പഴയ ഗാഥ, പുതിയ ഗാഥ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇത് തന്നെയാണ് നമ്മുടെ ഗാഥ മോളും. ഇനി പൂജ കഴിയുമ്പോൾ മോൾ ഇതുകൊണ്ട് തന്നെയായിരിക്കും. മോളെ വാ, നമുക്ക് നാഗത്തറയിലേക്ക് പോകാം എന്നും പറഞ്ഞ് കൃഷ്ണനും കുട്ടി നവീനും സുമിത്രയും നാഗത്തറയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് ശ്രീനിവാസൻ മോളിക്കൂടി ചോദിക്കണേ, എന്നാലും കൃഷ്ണ ഇതിവിടെ പോയതാ? അങ്ങനെ പറഞ്ഞ് തിരിയുമ്പോഴായിരിക്കോട്ടോ ജനലിൽ കൂടി നോക്കുമ്പോൾ കൃഷ്ണയും കുട്ടി സുമിത്രയും നവീനും കൂടി നാഗത്തറയിലേക്ക് പോകുന്നത് ശ്രീനിവാസ് കാണുന്നത്. ദേ അവരുടെ ഒപ്പം പോകുന്നത് കൃഷ്ണയല്ലേ? അന്നേരം മോൾക്കുട്ടി പറയണേ, അതെ,
അവളെ നാഗത്തറ നാഗപൂജ എന്നൊക്കെ കേട്ടപ്പോൾ അവരുടെ ഒപ്പം അത് കാണാനായിട്ട് പോയതാന്ന് തോന്നുന്നു. എന്താണെങ്കിലും നല്ല കാര്യമല്ലേ, മോള് പോയിട്ട് വരട്ടെ. ഈ സമയം മാണിക്കുഞ്ഞു തന്നെ അനിയൻ സാറേ അവിടെ രജിസ്ട്രാറൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അനിയൻ സാറും മാണിക്കുഞ്ഞും കൂടി അവിടെ നിന്നും പോകുവാണ്. ഈ സമയത്തായിരിക്കോട്ടെ മോളിക്കുട്ടിയും അതേ വേഷത്തിൽ തന്നെ അതേപോലത്തെ കളറിലുള്ള ബ്ലൗസും സെറ്റ് സാരിയും ഒക്കെ ഇട്ടുകൊണ്ട് ഗാഥ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് മോളിക്കുട്ടി കാണുന്നത്. അയ്യോ ഗാഥ ആകെ പ്രശ്നമാകുമല്ലോ എന്ന് പറഞ്ഞ് മോളിക്കുട്ടിയും പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം ഗാഥ നോക്കുമ്പോൾ കാണുന്നത് കൃഷ്ണനെയും കൂട്ടി നവീനും സുമിത്രയും കൂടി നാഗത്തറയിലേക്ക് പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് കലിയിളകി ഗാഥ നേരെ അവരുടെ അരികിലേക്ക് ചെല്ലാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം പിന്നിലൂടെ വന്ന് മോളിക്കുട്ടി ഗാഥയുടെ വായും പൊത്തിക്കൊണ്ട് റൂമിനകത്തേക്ക് കയറ്റുവാണ്. എന്നിട്ട് വാതിലടക്കുവാണ്ടോ. അന്നേരം മോളിക്കുട്ടിയോട് ദേഷ്യപ്പെടുക ഗാഥ, നീ ആരാടി, നീ എങ്ങനെ ഇവിടെ വന്നത്? ഗാഥ, നീ വെറുതെ ഒച്ച ഉണ്ടാക്കി സ്വന്തം ജീവിതം തന്നെ തകർക്കരുത്. ഇതൊക്കെ എന്നോട് പറയാൻ നീ ആരാ? ഞാൻ കൃഷ്ണയുടെ കൂട്ടുകാരിയാ. ഓ അത് ശരി, അപ്പം നീ അവളും കൂടി ഒരുമിച്ചാളുടെ ഇങ്ങോട്ട് വന്നത്. അവളായിരിക്കും എന്നെ തടഞ്ഞു നിർത്താനായിട്ട് നിന്നെ ഏർപ്പാടാക്കി പോയതും. മാറി നിൽക്കടയോടെ. ഗാഥ, അത് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കൃഷ്ണ ഗാഥയുടെ ജീവിതം നശിപ്പിക്കാനല്ല ഇങ്ങോട്ട് വന്നത്. അവള് സാഹചര്യം കൊണ്ട് പെട്ടുപോയതാണ്. ഇന്ന് നവീനും ഒരാളും നമ്മൾ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. അയാൾക്കൊപ്പം കൃഷ്ണക്ക് വരേണ്ടി വന്നൊരു സാഹചര്യം വന്നു. എന്നിട്ടും അവൾ മറ്റാരുടെയും കണ്ണിപ്പെടാതിരിക്കാൻ വേണ്ടി ഇവിടെ മറഞ്ഞു നിൽക്കുമായിരുന്നു. എന്നാൽ നവീനും അയാളുടെ അമ്മയും കൂടി ചേർന്നിട്ടാണ് കൃഷ്ണയെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നാഗത്തറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഗാഥേനും നവീനെയും കുറിച്ചും അതുപോലെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ സാഹചര്യത്തെക്കുറിച്ചും എല്ലാം. അതുകൊണ്ട് തൽക്കാലം ഗാഥ ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ പോകാതിരിക്കുന്നത് നല്ലത്. ഡി നീയല്ലേ പറഞ്ഞത് അവൾ നിന്നോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടെന്ന്? എന്നാൽ പിന്നെ നിനക്കെന്താ മനസ്സിലാക്കാൻ പറ്റാത്തത്? അവളിപ്പോൾ വന്നിരിക്കുന്നതേ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണ്. അവൾക്ക് ഈ പൂജ പങ്കെടുക്കണം, അതിനുവേണ്ടി അവളൊരു സാഹചര്യം ഉണ്ടാക്കിയതാണ്. ഞാനിപ്പം തന്നെ അവളെ പിടിച്ച് ഇറക്കി വിടുന്നുണ്ട് ഇവിടുന്ന്, മാറി നിൽക്കങ്ങോട്ട്. അന്നേരം മോളിക്കുട്ടി പറയണേ, അതെ ഗാഥ ഇപ്പോൾ പറഞ്ഞതിനൊക്കെ ഇതിൻ്റെ ഇരട്ടിയായിട്ട് മറുപടി പറയാൻ എനിക്കറിയാം. പക്ഷേ ഗാഥയെ വേദനിപ്പിക്കുന്നത് കൃഷ്ണക്കൊരിക്കലും ഇഷ്ടമല്ല. അത് അവളിനോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ മറുത്തൊന്നും പറയാതെ നിൽക്കുന്നത്. ഒരു കാര്യം ചെയ്യ്, ഗാഥ ഇപ്പോൾ നേരെ ചെന്ന് എല്ലാവരോടും വിളിച്ചു പറ. അങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഗാഥക്ക് പിന്നെ അവകാശവും പറഞ്ഞ് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അക്കാര്യം ഗാഥക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. ഇനി എന്താണെന്ന് വെച്ചാൽ ഗാഥ ചെയ്തോ, ഞാനിനി തടയാനൊന്നും വരുന്നില്ല. അന്നേരം മോളിക്കുട്ടിയുടെ വാക്കുകൾ കേൾക്കുന്നതും തൽക്കാലം ഒരു പ്രശ്നത്തിന് പോയാൽ ആപത്ത് തനിക്ക് തന്നെയാണെന്ന് ഗാഥക്ക് മനസ്സിലാകുവാണ്. അങ്ങനെ ഗാഥ കുറച്ചടങ്ങി മിണ്ടാതെ നിൽക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നാഗത്തറയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. ഈ സമയം തിരുമേനിയുടെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് പറയണേ, വിഷുദിനത്തിലെ ദമ്പതിമാർക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രത്യേകതരം പൂജയിൽ ഭാര്യമാരെല്ലാവരും കൃത്യമായിട്ട് തന്നെ വ്രതം അനുഷ്ഠിച്ചിരിക്കണം. വ്രതത്തിന് എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തെയും അവരുടെ ഭർത്താക്കന്മാരെയും ബാധിക്കാൻ പോകുന്നത്. നാഗപൂജയിലൂടെ നാഗപ്രീതി നേടേണ്ടതിന് പകരം ശാപമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഈ സമയം ഇതെല്ലാം കേട്ട് ഭയന്ന ഉദയൻ നിർമ്മലയോട് ചോദിക്കണേ, അതെ നിർമ്മലേ, നീ വ്രതമെല്ലാം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എന്തേലും വീഴ്ച വന്നാൽ എൻ്റെ കാര്യം എന്നും പറഞ്ഞ് ടെൻഷനിൽ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം തിരുമേനി എല്ലാവർക്കും നാഗത്തറയിൽ അർപ്പിക്കാനുള്ള പൂക്കളൊക്കെ കൊടുക്കുവാണ്. അങ്ങനെ എല്ലാവരും പ്രാർത്ഥനയോട് കൂടി ആ പൂക്കളെല്ലാം നാഗത്തറയിൽ അർപ്പിക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി നന്ദിനോട് പറയുന്നുണ്ട്, എന്താണെങ്കിലും പൂജാകർമ്മങ്ങൾക്കെല്ലാം എത്തിയിരിക്കുന്നത് കൃഷ്ണമോളാണല്ലോ, അതുകൊണ്ട് കർമ്മങ്ങൾക്കൊന്നും ഒരു വിഘ്നവും വരില്ല, എല്ലാം ഭംഗിയായി തന്നെ നടക്കും. ഈ സമയം തിരുമേനി വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇനി എല്ലാവരും നാഗഭഗവാന് മുമ്പിൽ പ്രാർത്ഥിച്ചോളും. കുടുംബത്തിലെ സ്ത്രീകളായ നിങ്ങളെടുത്ത വ്രതശുദ്ധിയുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്നത്തെ ഈ പൂജയുടെ ഫലം കിട്ടുന്നത്. നാഗം നിങ്ങളെ പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ ദിവ്യനാഗം പ്രാർത്ഥന കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അതേക്കുന്നത് ഉദയം പറയണേ, ഓ ഇയാൾ മനുഷ്യനെ ഓരോന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമല്ലോ എന്നും പറഞ്ഞ മനസ്സിൽ അങ്ങനെ പറഞ്ഞ് ടെൻഷനോട് കൂടി ചുറ്റും നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഈ സമയം തിരുമേനി പറയുന്നുണ്ട്, നാഗദേവങ്ങളുടെ ഐശ്വര്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ദമ്പതികൾക്ക് ആരോഗ്യവും ആയുസ്സും അതുപോലെ ദീർഘദാമ്പത്യവും ഒക്കെ കിട്ടും. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്